ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രം ചെയ്തുകൊണ്ട് എക്സർസൈസ് ഒന്നും ചെയ്യാതെ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് കുറച്ച് ഡിമെറിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ആദ്യം നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രം ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ വെയിറ്റ് കുറയുന്നു എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. ഒരു ഡയറ്റിലുപരി അതൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിലല്ല ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ എന്താ പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. എപ്പോൾ കഴിക്കുന്നു എന്നതിലാണ്, ആ ഒരു ടൈമിലാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. അതായത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ഈറ്റിംഗ് വിൻഡോയും ഉണ്ട്, ഫാസ്റ്റിംഗ് വിൻഡോയും ഉണ്ട്. ഈറ്റിംഗ് വിൻഡോയിലാണ് നമ്മൾ കഴിക്കുന്നത്. ഫാസ്റ്റിംഗ് വിൻഡോയിൽ നമ്മൾ കലോറി അടങ്ങി ഒന്നും കഴിക്കാറില്ല, വെള്ളം മാത്രം കുടിക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കുക. ഈ ഒരു കാര്യമാണ് നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോയിൽ ചെയ്യുന്നത്. ഈറ്റിംഗ് വിൻഡോയിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ അത്രയും നല്ലത്. അത് അവരവരുടെ ചോയ്സാണ് എങ്ങനെ കഴിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു എന്താ പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം നമ്മളൊരു ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും തിരഞ്ഞെടുത്തു. ഫോർ എക്സാമ്പിൾ 16:8 എന്നുള്ള ഒരു റേഷ്യോയിലാണ് നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കുന്നതെന്ന് വിചാരിച്ചു. അതായത് 8 hours നമ്മൾ ഈറ്റ് ചെയ്യും, 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പം ഇപ്പം നോർമലി ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്ന ഒരാൾ 3 നേരം അല്ലെങ്കിൽ 4 നേരം കഴിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരാൾ ഇപ്പോൾ 16:8 എന്നുള്ള ഒരു റേഷ്യോയിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഈ 3 നേരം അല്ലെങ്കിൽ 4 നേരം കഴിക്കാൻ പറ്റത്തില്ല. കാരണം 8 hours നമ്മൾ നമ്മുടെ ഈറ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കത്തുള്ളൂ. അപ്പം ആ ഒരു 8 hours നമുക്കൊരു 3 മീൽ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് എടുക്കാൻ പറ്റത്തില്ല. 2 മീലൊക്കെ നമുക്ക് നല്ലതായിട്ട് എടുക്കാൻ പറ്റും. 3ാമത്തെ മീൽ എപ്പോഴും നമുക്കൊരു വലിയൊരു വിശപ്പ് ആ ഒരു ടൈമിലേക്ക് ആ ഒരു ടൈമിൽ നമുക്ക് തോന്നത്തില്ല. സ്വാഭാവികമല്ലേ? കാരണം ആ ഒരു 8 hours-നുള്ളിൽ 3 മീൽ എടുക്കുക എന്ന് പറയുന്നത് എന്നെയൊക്കെ സംബന്ധിച്ച് അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. 2 മീലൊക്കെ നമുക്ക് നല്ലതായിട്ട് എടുക്കാൻ പറ്റും. 3ാമത്തെ ഒരു മീല് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പം തന്നെ നമ്മുടെ കലോറി, നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിലും കുറച്ച് കലോറിയാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലേ? അതായത് നമ്മുടെ കലോറി ഇൻടേക്ക് കുറയും. അപ്പം 3 നേരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു 2 നേരമായിട്ടൊക്കെ കുറയുക എന്ന് പറയുന്നത് അത്രയും കുറച്ച് കാലോറിയാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് എല്ലാം എടുത്തു വെച്ച് ബേൺ ചെയ്ത് എനർജിയാക്കി കളയും എന്ന് വെച്ചാൽ എനർജിക്ക് വേണ്ടിയിട്ട് ഫാറ്റ് എല്ലാം നമ്മുടെ ബോഡി ബേൺ ചെയ്യും. നമുക്ക് എക്സ്ട്രാ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഫാറ്റെല്ലാം എടുത്ത് ബേൺ ചെയ്യും. അങ്ങനെ നമ്മുടെ വെയിറ്റ് കുറയും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ കാലോറി ഇൻടേക്ക് കുറയുമ്പം തന്നെ നമ്മുടെ വെയിറ്റ് പതുക്കെ കുറഞ്ഞു തുടങ്ങും. അതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് എന്താ പറയുന്ന അതുമായിട്ട് നമ്മൾ നല്ല സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ ആദ്യം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് എന്താ പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും. തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണും. പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് ചേരും. അപ്പോൾ നമുക്ക് ഈ രാത്രിയിലുള്ള വിശപ്പും കാര്യങ്ങളും ഒന്നും തോന്നത്തില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഈറ്റിംഗ് വിൻഡോയിൽ കഴിച്ചു, നമ്മൾ അത് പിന്നെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഫാസ്റ്റിംഗ് വിൻഡോയിൽ എനിക്കങ്ങനെ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം ഫാസ്റ്റിംഗ് വിൻഡോയിൽ എനിക്ക് അങ്ങനെ വലുതായിട്ട് അത് കഴിക്കണം ഇത് കഴിക്കണം കഴിച്ചാലോ എന്നുള്ള ഒരു തോന്നലുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ക്രേവിങ്സ് കുറഞ്ഞു, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ സ്റ്റേബിളായി, നമുക്ക് അമിതമായിട്ടൊന്നും കഴിക്കാനുള്ള തോന്നലുകൾ ഇല്ലാതെ വരും. അങ്ങനെ ഇല്ലാതിരിക്കുമ്പം തന്നെ ആ ഒരു ക്രേവിങ്സ് കുറയുമ്പം തന്നെ നമ്മളൊന്നും കഴിക്കത്തില്ലല്ലോ. നമുക്ക് ക്രേവിങ്സ് ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ആവശ്യമില്ലാതെ കഴിക്കുന്നത്. അങ്ങനെ ഒരു ക്രേവിങ്സ് ഉണ്ടാകുമ്പോഴാണ്. ആ ക്രേവിങ്സ് അങ്ങ് ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ വെയിറ്റ് കുറയും. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ടും, ഈ 2 രീതിയിലാണ് മെയിനായിട്ടും നമ്മുടെ ശരീരത്തിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എക്സർസൈസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ കാലോറി ഇൻടേക്ക് കുറയും, നമ്മുടെ ക്രേവിങ്സ് കുറയും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ഫാറ്റ് എല്ലാം ബേൺ ചെയ്ത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കും.
ഇനി ഇതിന് ഡീമെറിറ്റ്സ് ഉണ്ട്. നമ്മൾ എക്സർസൈസുകളോ വർക്കൗട്ടുകളോ ഒന്നും ചെയ്യാതെ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താ പറയുന്നത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. പക്ഷേ അതിന് കുറച്ച് ഡീമെറിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ പറയുന്നത് എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം. എൻ്റെ അനുഭവമാണ് നമ്മുടെ വെയിറ്റ് കുറയും. കാരണം എനിക്ക് ചില സമയങ്ങളിൽ നമുക്ക് എന്താ പറയുന്നത് ഇപ്പം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണമെന്ന് ചില ഒരു സമയം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ഇത് പറയാണ്, കുറച്ച് കാലം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യും, നടക്കാൻ പോവും, അങ്ങനെയൊക്കെ പോവും. പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പനി വന്നു കഴിയുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് സ്റ്റോപ്പാകും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ എനിക്കൊക്കെ അങ്ങനെയാണ്. അങ്ങനെ എന്താ ജീവിതകാലം മുഴുവനും നമുക്ക് ഒരേ രീതിയിൽ അങ്ങനെ എക്സർസൈസും കാര്യങ്ങളും ഒന്നും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നടക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതിന് ശേഷം എനിക്ക് ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2 മാസമായി നടക്കാനൊന്നും പോകാൻ പറ്റില്ല. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. എന്നിട്ടും എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ആയി പോകുന്നതിൻ്റെ മെയിൻ കാര്യം ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് മാത്രം ചെയ്യുന്നത് കൊണ്ടാണ്. എനിക്ക് അധികം എല്ലാ ദിവസവും ഞങ്ങൾക്ക് പുറത്ത് പോയി അവിടുത്തെ പോലെ രാവിലെ എണീറ്റ് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനൊന്നും എനിക്കിപ്പോൾ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് അതങ്ങോട്ട് എന്താ പറയുന്നത് അതങ്ങോട്ട് പറ്റുന്നില്ല. ശ്രമിച്ചാലും ഒരു ദിവസം നടക്കും, പിന്നെ പിറ്റേ ദിവസം നടക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതൊന്ന് ബ്രേക്ക് ആകും. അതൊരു സമയം കഴിയുമ്പോൾ അതങ്ങ് ബ്രേക്കായിട്ട് വീണ്ടും നമ്മൾ ആ ഒരു റുട്ടീനിലേക്കൊക്കെ വരും. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടും എൻ്റെ വെയിറ്റ് കുറേ ഇങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ആയി നിർത്തുന്നതിൻ്റെ മെയിൻ കാര്യം ഞാൻ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് ഒരാഴ്ചയിൽ 5 ദിവസം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു വണ്ണം വെക്കാത്തത്. അപ്പം ഇതിൻ്റെ എന്താ പറയുന്നത് അപ്പം അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം. അത് അവരവരുടെ ചോയ്സാണ്, അവരവരുടെ സാഹചര്യമാണ് ഏത് രീതിയിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ്. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് എനിക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എനിക്ക് വെയിറ്റ് ലോസിലേക്ക് എനിക്ക് പോകേണ്ട കാര്യമില്ല. കൂടി വന്ന 1-2 കിലോ ഒന്ന് കുറയ്ക്കേണ്ടി വരും. ചിലപ്പം എന്താ പറയുന്നത് ചിലപ്പം നമ്മൾ ഈ ശനിയും ഞായറും നമ്മുടെ ചീറ്റ് ഡേയ്സിൽ ഞാൻ ആഴ്ച 5 ദിവസം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാറുള്ളൂ. ബാക്കി 2 ദിവസം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പം ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഇപ്പം എൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ ഒരു കിലോയോ 2 കിലോയോ വല്ലതും കൂടിയെന്നിരിക്കും. അത് ഈ നമ്മുടെ എക്സർസൈസ് ചെയ്യാതെ തന്നെ ബാക്ക് ടു ആ ഒരു എന്താ പറയുന്നത് നമുക്ക് ആ 1 കിലോയും 2 കിലോയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പം 10 കിലോ 15 കിലോ ഒക്കെ കുറയ്ക്കേണ്ടവർക്ക് അതൊരു അങ്ങനെ എന്താ പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രം ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. ഇപ്പം എക്സർസൈസ് ഇപ്പം 1 മാസം കൊണ്ട് ഇപ്പം എന്താ പറയുന്നത് ഒരു 3-4 കിലോ നമ്മളെ ഒരു ടാർഗറ്റ് 1 മാസം കൊണ്ട് ഒരു 3-4 കിലോ കുറയ്ക്കണമെന്നുള്ളതാണെങ്കിൽ അത് ചിലപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രം എടുത്തുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പകുതിയെ കുറയ്ക്കത്തുള്ളായിരിക്കും. എക്സർസൈസോ വർക്കൗട്ടുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ എന്താ പറയുന്നത് അത് പെട്ടെന്ന് ആ ഒരു 3-4 കിലോ ഒക്കെ ചിലപ്പോൾ 1 മാസം കൊണ്ട് കുറഞ്ഞെന്നിരിക്കും. ജിമ്മിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവാണ്. ആ ട്രെയിനർ പറയുന്ന അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഞാൻ ജിമ്മിൽ പോയല്ല വെയിറ്റ് കുറച്ചിരിക്കുന്നത്. ഞാൻ ജിമ്മിൽ പോകാതെയാണ് വെയിറ്റ് കുറച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ വർക്കൗട്ടുകളും എക്സർസൈസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നടത്തമൊക്കെ ഞാൻ ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജിം ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ജിമ്മിൽ പോയിട്ടും ഇല്ല. ഞാനൊരു ജിം ഇതുവരെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഫോട്ടോയിലൊക്കെ ഇങ്ങനെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതെന്നല്ലാതെ ഞാൻ ഇതുവരെ ഒരു ജിം നേരിട്ട് പോലും കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരിരുന്ന് ഇവിടെയൊക്കെ ചെയ്യുന്നത് കാണാം. ഈ മുകളിൽ നമ്മൾ കണ്ണാടി കൂടെ കാണാൻ പറ്റില്ല, അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. ആ ഒരു രീതിയിലാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. അപ്പം ഞാൻ ജിമ്മിൽ പോകുന്നത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ഒരു നമുക്ക് സ്വന്തമായിട്ട് വർക്കൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതും കൂടാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് വർക്കൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് അധികം സമയം എടുക്കാതെ നമുക്കൊരു പരിധിവരെ നല്ലതായിട്ട് അധികം സമയം എടുക്കാതെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ചെയ്ത് ഈ വർക്കൗട്ടും ചെയ്തുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം.
പിന്നുള്ള ഒരു കാര്യം, വെയിറ്റ് സ്റ്റക്കാവുന്ന ഒരു കാര്യം, പ്ലേറ്റോ എന്ന് പറയും. ഇപ്പം വെയിറ്റ് ലോസിനെ പറ്റി കൂടുതൽ നോക്കുന്നവർക്ക് അറിയാൻ പറ്റും ഈ വെയിറ്റ് ലോസ് പ്ലേറ്റോ എന്ന് പറഞ്ഞ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് നമ്മളിപ്പം ഡയറ്റ് എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു 2-3 കിലോ ഒക്കെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേനും വെയിറ്റ് അവിടെ സ്റ്റക്കാവും. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. മിക്കവാറും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് അനുഭവമുള്ള ഒരു കാര്യമായിരിക്കണം. എല്ലാവരുടെയും ബോഡി ടൈപ്പ് ഒരുപോലെ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ വെച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് ആ ഒരു 2-3 കിലോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഒരു വെയിറ്റ് ലോസ്, ഒരു സ്റ്റക്ക്, ഒരു വെയിറ്റ് പിന്നെ കുറയാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ നമ്മുടെ ഡയറ്റും റുട്ടീനും എല്ലാം നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. അതായത് നമ്മളിപ്പം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഒരു 10:40 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടെങ്കിൽ അതൊരു 16:8 ആക്കുക. നമ്മൾ എക്സർസൈസോ വർക്കൗട്ടോ ഒന്നും ചെയ്യാതെയാണ് ഈ 2-3 കിലോ കുറച്ചെങ്കിൽ പതുക്കെ എക്സർസൈസും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വെയിറ്റ് ലോസ് പ്ലേറ്റോ എന്ന് പറയുന്ന ആ ഒരു വെയിറ്റ് ലോസ്, ആ ഒരു വെയിറ്റ് സ്റ്റക്ക് ആകുന്ന ആ ഒരു ഫീലിലേക്ക് അങ്ങ് മാറിക്കിട്ടും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഡയറ്റിലും എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പതുക്കെ നടത്തം, വർക്കൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെയിറ്റ് സ്റ്റക്കാകുന്ന കാര്യം നമുക്ക് മാറിക്കിട്ടും. ഇത് പറയാൻ കാര്യം, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ആദ്യത്തെ 1 മാസത്തോളം. കാരണം ഒന്നാമത് കോവിഡ്, ലോക്ക്ഡൗൺ, ആ ഒരു ടൈമായിരുന്നു ഞാൻ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. നമ്മൾ അധികം പുറത്തിറങ്ങും ഒന്നും ചെയ്യാത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു 2-3 കിലോ എൻ്റെ ഡയറ്റിൽ കൂടെ തന്നെയാണ് അത് കുറഞ്ഞത്. ഒരു 2-3 കിലോ ഞാൻ ഡയറ്റ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് എടുത്ത് മാത്രമാണ് ആ ഒരു 3 കിലോയോളം വെയിറ്റ് എൻ്റെ ഒരു മനസ്സിൽ ഞാനൊരു 70-80 75 വരെ ഞാൻ വേറെ ഒരു എക്സർസൈസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രമായിട്ട് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ 70, എനിക്കൊന്ന് 75 ആണോ 76 ആണോ, എനിക്ക് 76 എങ്ങാണ്ടായിരുന്നു എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒരു 70-80 ഒരു 76 75 അങ്ങനെ ഒരു റേഞ്ചിൽ ഞാൻ കുറേ നാൾ, അന്നൊന്നും ഈ അധികം എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ഒരു ഇങ്ങനെ ഒരു വെയിറ്റ് ലോസ് സ്റ്റക്കാകുന്ന സംഭവം. പിന്നെ ഞാൻ കുറേ വീഡിയോസും ഇതിനെപ്പറ്റി കുറേ ഇങ്ങനെ നോക്കിയാണ് എനിക്ക് മനസ്സിലായത് ഇപ്പം അങ്ങനെ ഒരു രീതിയിലാണ്. കാരണം നമ്മുടെ ബോഡി അതുമായിട്ട് അങ്ങ് അഡാപ്റ്റായി. ആ ഒരു ഈറ്റിംഗ് പാറ്റേണുമായിട്ടും ആ ഒരു നമ്മൾ ഒരേ കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം കഴിച്ച് ആ ഒരു ഡയറ്റിൽ അന്നെന്ന് പറയുന്നത് ഞാൻ തുടക്കകാലത്ത് ഈ ചീറ്റ് ഡേ ഒന്നും ആദ്യം എടുത്തിട്ടില്ല. ആദ്യത്തെ അങ്ങനെ ഞാൻ എൻ്റെ വെയിറ്റ് ഒരു ഒരു 70 താന്ന് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഒരു ചീറ്റ് ഡേയിലേക്കൊക്കെ പോയത്. കാരണം എനിക്ക് പേടിയായിരുന്നു ഇനി എങ്ങാനും ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഞാൻ വീണ്ടും വണ്ണം വെക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. മീൻസ് വീണ്ടും വണ്ണം വെക്കുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ കുറേ നാൾ അങ്ങനെയുള്ള ചീറ്റ് ഡേയ്സ് ഒന്നും എടുത്തിട്ടില്ല. തുടക്കകാലത്ത് ഞാൻ ഇങ്ങനെ ഒരു ഒരേ രീതി തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് ഫോളോ ചെയ്ത് ഞാൻ പോവുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ബോഡി അതുമായിട്ട് അങ്ങ് അഡാപ്റ്റായി. പിന്നെ ബോഡി നമ്മുടെ വണ്ണം വെയിറ്റ് അങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് വെയിറ്റ് കുറയാത്ത ഒരു ഫീലിങ്ങിലേക്ക് വന്നു. കുറയുന്നില്ല. വെയിറ്റ് നോക്കുമ്പോൾ എല്ലാ ദിവസവും 75 തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി നോക്കുന്നതും എനിക്കിങ്ങനെയുള്ള കാര്യം മനസ്സിലാകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പതുക്കെ നടത്തം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നടത്തത്തെക്കാട്ടിലും കൂടുതൽ അധികം നടക്കാനൊന്നും പോകാൻ പറ്റിയില്ല. കാരണം അപ്പോഴത്തേനും സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ദിവസമേ എനിക്ക് നടക്കാൻ പോകാൻ പറ്റിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ സെക്കൻഡ് ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ മെയിനായിട്ടും യൂട്യൂബും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മുടെ ആ സമയത്തൊരിത്. അപ്പം അതിനകത്ത് നോക്കി എക്സർസൈസ്, മറ്റേ ആര്യ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ ചേച്ചി ഇല്ലേ, ചേച്ചി ആ ഒരു ഡാൻസർ ചേച്ചിയില്ല, ആ ചേച്ചിയുടെ തന്നെ കുറേ വീഡിയോസ് ഉണ്ട്. എക്സർസൈസ് ചെയ്യുന്ന വീഡിയോസും വർക്കൗട്ട്, പിന്നെ സൂംബ ഡാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കി ഞാൻ കുറേ രാവിലെ ഒരു ഒരു 1/2-3 മണിക്കൂർ അത് നോക്കി ഞാൻ ചെയ്യുമായിരുന്നു.
പിന്നെന്താ ഞാൻ ചെയ്യുന്നത്, അങ്ങനെ ആയിരുന്നു ആ ഒരു സെക്കൻഡ് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് അത് നോക്കി ആ ചേച്ചിയുടെ അതൊരു ഇത്ര ടൈം ആയിരിക്കും ആ പുള്ളിക്കാരി പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോഴത്തേനും പതുക്കെ പതുക്കെ എൻ്റെ വെയിറ്റ് വീണ്ടും കുറയാൻ തുടങ്ങി. ആ ഒരു നമ്മുടെ ബോഡിയിൽ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേനും എന്താ പറയുന്നത് നമ്മുടെ വെയിറ്റ് കുറയാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലോക്ക്ഡൗൺ ഒക്കെ മാറിക്കഴിഞ്ഞ് പതുക്കെ നടക്കാനും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ ഈ എക്സർസൈസ് ചെയ്യും, വൈകുന്നേരം ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരും. പിന്നെ കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പം ഞാൻ ഈ വർക്കൗട്ടുകളൊക്കെ നിർത്തി നടത്തം മാത്രമാക്കി. ഇപ്പം മെയിനായിട്ട് നടത്തം മാത്രമാണ്. പക്ഷെ നടത്തം മാത്രം ഇപ്പോൾ എന്ന് പറയുന്നത് നടത്തവും കൂടി ഇല്ല, നടത്തവും വളരെ കുറഞ്ഞു. ഇതിനകത്ത് എൻ്റെ വീട്ടിനകത്തുള്ള നടത്തം മാത്രമേ ഉള്ളൂ. പുറത്തു പോയുള്ള നടത്തം ഇവിടെ വന്നതിന് പിന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആ ഒരു ഫേസിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത്. നമുക്ക് എന്താ പറയുന്നത് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. പക്ഷേ ഒരു സമയം ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെയാണ് സാധാരണ എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. നമ്മൾ കുറച്ച് നാൾ ഇതൊന്നും പിന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ അത് ചെയ്യണമെന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്ത് ഒരു ദിവസം ആ ഒരു ഐസ് അങ്ങ് ബ്രേക്ക് ആകും. അങ്ങനെ ബ്രേക്കായി ഞാൻ പഴയ ഒരു റുട്ടീനിലേക്ക് പോകുമെന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേനും ആ ഒരു വെയിറ്റ് ലോസ് ആ ഒരു സ്റ്റക്ക് എന്നുള്ള ഒരു കാര്യം അങ്ങ് പോയി വെയിറ്റ് കുറയാൻ പറ്റി. ഇതാണ് രണ്ടാമത്തെ ഡീമെറിറ്റ്. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം വെയിറ്റ് കുറയത്തില്ലായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മസിൽ ലോസ് സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഫാറ്റ് ലോസും സംഭവിക്കും, മസിൽ ലോസും സംഭവിക്കും. ഫാറ്റ് ലോസ് സംഭവിക്കുന്ന നല്ല കാര്യമാണ്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റൊക്കെ അങ്ങ് അങ്ങ് ബേൺ ചെയ്ത് അങ്ങ് പോകും. അങ്ങനെ നമ്മുടെ വെയിറ്റ് കുറയും. മസിൽ ലോസ് സംഭവിച്ചും നമ്മുടെ വെയിറ്റ് കുറയും. പക്ഷെ അങ്ങനെ വെയിറ്റ് കുറയുമ്പം ഉണ്ടാകുന്ന ഒരു കുഴപ്പം, നമുക്ക് ഈ സ്കിന്നൊക്കെ തൂങ്ങിയ ഒരു ഫീലിംഗ് ഉണ്ടാകും നമ്മുടെ വെയിറ്റ് കുറയുമ്പോഴത്തേനും. ചിലർ എക്സ്പെഷ്യലി എനിക്ക് സ്ത്രീകളിലാണ് തോന്നിയിരിക്കുന്നത്, വെയിറ്റ് കുറയുമ്പോഴത്തേനും ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു ലുക്കിൽ സ്കിന്നൊക്കെ തൂങ്ങിയ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അത് കൂടുതലും ഈ മസിൽ ലോസ് സംഭവിക്കുമ്പോഴാണ് വെയിറ്റ് കുറയാതെ. അങ്ങനെ മസിൽ ലോസ് സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇനഫ് എന്നുവെച്ചാൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നില്ല. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ വർക്കൗട്ടുകളൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ മസിൽ നമ്മൾ അനക്കുന്നില്ല. നമ്മൾ മസിൽ അനക്കിയാലേ നമ്മുടെ മസിൽസൊക്കെ നല്ലതായിട്ടിരിക്കത്തുള്ളൂ. നമുക്ക് വേണ്ട പ്രോട്ടീൻ കഴിച്ചതുകൊണ്ട് നമ്മുടെ മസിൽസ് അനക്കണം. നമ്മുടെ വേണ്ട പ്രോട്ടീൻ നമുക്ക് കഴിച്ചുകൊണ്ട് നമ്മുടെ മസിൽസൊക്കെ അനങ്ങിയാൽ മാത്രമേ ആ ഒരു മസിൽ ലോസ് സംഭവിക്കാതിരിക്കത്തുള്ളൂ. അതൊരു വലിയ ഘടകം തന്നെയാണ്. അതൊരു ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് തന്നെ ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മസിൽ ലോസ് സംഭവിക്കുക എന്നുള്ളത്. മസിൽ ലോസ് സംഭവിച്ചാൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത് പോവുകയാണ്. പ്രത്യേകിച്ച് കാൽമുട്ടിന് കീപ്പോട്ടുള്ള മസിൽ, ഈ മെയിനായിട്ട് നോക്കേണ്ട ആ നമ്മുടെ മുട്ടുവേദനയൊക്കെ വരും ഇങ്ങനെ മസിൽ ലോസ് സംഭവിച്ചാൽ. കാരണം നമ്മുടെ ബോഡി താങ്ങി നിൽക്കാനുള്ള കരുത്ത് നമ്മുടെ മസിൽസിനില്ല, നമ്മുടെ കാലിനില്ലാതെ വരും. നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് അങ്ങ് പോകും. ഈ മസിൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ശക്തി, നമ്മുടെ വെയിറ്റ് താങ്ങാനുള്ള ആ ഒരു ശക്തിയൊക്കെ അങ്ങ് പോകും. അങ്ങനെ വരുമ്പോഴാണ് ഈ മുട്ടുവേദനകളൊക്കെ ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മസിൽ ലോസ് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 30 വയസ്സൊക്കെ കഴിഞ്ഞവർ പ്രോട്ടീൻ നല്ലപോലെ എടുക്കുക, എക്സർസൈസ് ചെയ്യുക, ഇതൊക്കെ പറയുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ്. 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസ് നമുക്ക് ഉണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ പ്രോട്ടീൻ കഴിക്കണം. കാരണം ഈ മസിൽസ് ഉണ്ടാകുന്നത് പ്രോട്ടീൻ വെച്ചാണ്. പ്രോട്ടീൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മസിൽസ്, പ്രോട്ടീനാണ് മസിൽസിൻ്റെ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. മസിൽസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ പ്രോട്ടീൻ വെച്ചാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നത്,
മസിൽ ലോസ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ സ്ട്രെങ്ത് കുറയും. അങ്ങനെ സ്ട്രെങ്ത് കുറയുമ്പം നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുട്ടുവേദനയാണ്. നമ്മുടെ ബോഡി നമ്മുടെ മേളിലോട്ടുള്ള അരയ്ക്ക് മേളിലോട്ടുള്ള ഒരു ഭാഗം ആ ഒരു വെയിറ്റ് അങ്ങനെയുള്ള കപ്പാസിറ്റി നമ്മുടെ കാലുകൾക്കൊന്നും കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കിനും എന്താ പറയുന്നത് മുട്ടുവേദനയൊക്കെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും നമ്മുടെ മസിൽ ലോസ് നമുക്ക് സംഭവിക്കാതിരിക്കണം. അപ്പോൾ മസിൽ ലോസ് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. നമ്മുടെ മസിൽസ് അനങ്ങണം, ഡെയിലി നമ്മുടെ മസിൽസ് അനങ്ങണം. നമ്മൾ നടക്കാൻ പോവുക, അല്ലെങ്കിൽ കൂടുതലും നടക്കാൻ പോവുകയൊന്നുമല്ല ആക്ച്വലി ചെയ്യേണ്ടത്. നമ്മൾ വെയിറ്റ് എടുത്തുള്ള എക്സസൈസുകളില്ലേ, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണ്. എപ്പോഴും 30 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഭയങ്കര നല്ലതാണ്. നമ്മുടെ കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ മസിൽസ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ഭാവിയിൽ എന്താ പറയുന്നത് ഒരു 10-50 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിനും മുട്ടുവേദന ഉള്ള ഒരു കാര്യം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ മസിൽസ് സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ മസിൽസ് സ്ട്രോങ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസിൽസ് അത് സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വെയിറ്റ് ട്രെയിനിങ് എക്സർസൈസുകൾ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിതുവരെ ജിം പോലും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യമൊക്കെ കൂടെ, അതിനുള്ള സാഹചര്യത്തെക്കാട്ടിലുപരി നമുക്കതിനുള്ള ഒരു മൈൻഡ്, ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുക എന്നൊക്കെ ഉള്ള കാര്യമെന്ന് പറയുന്നത് അത് എല്ലാം നമ്മുടെ ഒരു ഡിസിഷനാണ്. നമ്മുടെ മാനസിക മീൻസ് നമ്മുടെ ഒരു ഡിസിഷനാണ്. ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എന്നെ സംബന്ധിച്ച് അത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതെടുക്കാൻ പക്ഷേ കുറച്ച് കാലതാമസമായിരിക്കും. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് മാറത്തില്ല. ഞാനിപ്പം എൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള കാര്യം, എൻ്റെ വെയിറ്റ് കുറയ്ക്കുക, എൻ്റെ ഷുഗർ ഇത് എന്താ പറയുന്നത് ഷുഗർ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ആ ഒരു ഡിസിഷനായിരുന്നു. ആ ഒരു ഡിസിഷൻ ഞാൻ എടുക്കാൻ കുറച്ച് താമസിച്ചെങ്കിലും അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അതിൽ നിന്ന് എനിക്കൊരു പിന്നോട്ടൊരു നോട്ടം പിന്നോട്ട് ഞാൻ വന്നിട്ടില്ല. ഞാൻ അതിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യം. പക്ഷെ ഞാനിതുവരെ മാനസികമായി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, അങ്ങനെയൊക്കെ ചെയ്യാൻ സാഹചര്യവുമുള്ളത്, ഇങ്ങനെ ആഗ്രഹം നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കും. സാഹചര്യത്തെക്കാട്ടിൽ കൂടുതൽ നമ്മൾ തന്നെയാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതും അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടതും. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. എസ്പെഷ്യലി ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആകും. ഭാവിയിലേ കുറച്ചുകൂടെ വയസ്സാകുമ്പോഴത്തേനും ഈ മുട്ടുവേദന പോലുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മുടെ മസിൽസൊക്കെ സ്ട്രെങ്ത് എന്താ പറയുക, മസിൽസൊക്കെ നല്ല ഇതാക്കി വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് മസിൽസൊക്കെ നല്ല രീതിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മസിൽ ലോസ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ ഡീമെറിറ്റ് തന്നെയാണ് അങ്ങനെ മസിൽ ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കാരണം നമ്മുടെ ആരോഗ്യം, ഭാവിയിലേക്കുള്ള വയസ്സാകുമ്പോഴത്തേക്കുള്ള ഒരു ആരോഗ്യമാണ് നമ്മൾ അങ്ങനെ മസിൽ ലോസ് ഉണ്ടാകുമ്പോൾ നശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ ഇപ്പം ജിമ്മിലൊന്നും പോയി കിടന്ന് വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് എടുക്കുമ്പോൾ കുറച്ചൊക്കെ വർക്കൗട്ടുകളും കാര്യങ്ങളും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വർക്കൗട്ടുകളും കാര്യങ്ങളും ഒക്കെ അങ്ങ് ചെയ്യുക. അതായത് എന്താ പറയുന്നത്, ഇപ്പം ഒത്തിരി യൂട്യൂബ് വീഡിയോസും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മെനക്കെട്ട് ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് എടുത്ത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ അങ്ങനെയുള്ള വർക്കൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു മസിൽസ് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം. നമ്മുടെ കൈയുടെയും കാലിൻ്റെയും ഒക്കെ മസിൽസ് ഇങ്ങനെ ആക്റ്റീവാക്കി വെക്കണം. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ല ഏത് ഡയറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ആക്റ്റീവാക്കി വെക്കുക മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് പ്രോട്ടീനും കഴിക്കണം. അതായത് ഒരു വ്യക്തിയുടെ കിലോ വെയിറ്റ് അനുസരിച്ച് പ്രോട്ടീൻ 1.2 ഒരു കിലോയ്ക്ക് 1.2 ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മുടെ എന്താ പറയുന്നത് നമുക്ക് ഒരു ദിവസം കഴിക്കണമെന്നാണ്. ഒരു കിലോയ്ക്ക് 1.2 ഗ്രാം പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ എന്താ പറയുന്നത്
നമ്മുടെ വെയിറ്റിനനുസരിച്ച് പ്രോട്ടീൻ നമ്മൾ കഴിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അത്രയൊന്നും നമുക്ക് എന്തായാലും നോർമലായിട്ട് ഒരു രീതിക്കാർക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അത്യാവശ്യത്തിന് എല്ലാ മീലിലും കുറച്ച് പ്രോട്ടീൻ നമ്മൾ ഉൾപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, അത് നമുക്ക് നല്ലൊരു കാര്യം. നിങ്ങൾ കൂടുതലും ഇപ്പം കണ്ടിട്ടില്ല, നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ നല്ലപോലെ പ്രോട്ടീൻ പൗഡറായിട്ടും പിന്നെന്താണ് അതല്ലാതെ മുട്ടയും ചിക്കനും ഒക്കെ അവർ നല്ലപോലെ കഴിക്കും. കാരണം അവർ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് ആ ഒരു എന്താ പറയുന്നത്, അവരുടെ ആ മസിൽസൊക്കെ ഒരു സ്ട്രെങ്ത് ആക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അവർ പ്രോട്ടീനും എടുക്കുന്നുണ്ട്. അപ്പം ജിമ്മിൽ പോകുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും. അത് ജിമ്മിൽ പോകുന്നവർ അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനവും ഉള്ളൂ. എന്താ പറയുക, നമ്മുടെ ഇതൊക്കെ നല്ല രീതിയിൽ ഇരിക്കത്തുള്ളൂ. ചുമ്മാ എന്താ പറയുക, ഒരു മസിൽ ലോസ് സംഭവിക്കാതിരിക്കത്തുള്ളൂ. മസിൽ ലോസ് സംഭവിക്കാതിരിക്കണമെങ്കിൽ മസിൽസ് ആക്റ്റീവായിട്ട് വെക്കുക, പ്രോട്ടീൻ ആവശ്യത്തിന് പ്രോട്ടീൻ എടുക്കുക. ഓരോ മീലിലും എല്ലാ മീല് കഴിക്കുമ്പോഴും നിങ്ങൾ പ്രോട്ടീൻ എടുത്താൽ മതി. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ മുട്ട കഴിക്കുക. അപ്പം മുട്ട കഴിച്ചാൽ എന്നെപ്പോലെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുട്ട കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഇങ്ങനെ കുരു പോലുള്ള മുഖക്കുരു വരും. അതല്ലാതെ ഈ പരു പോലുള്ള സംഗതികളൊക്കെ എനിക്ക് ചൂട്, മുട്ടയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ ഉണ്ണി എന്ന് പറഞ്ഞ സംഭവം ഹീറ്റാണ്. അപ്പം അങ്ങനെ ഒക്കെ വരും എനിക്ക് അടുപ്പിച്ചൊക്കെ. ഇപ്പം മുട്ട കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പരുക്കളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ഇല്ലാത്തവർ ഇഷ്ടംപോലെ പേരുണ്ട്. അങ്ങനെ ഇല്ലാത്തവർ നല്ല മുട്ടയാണെങ്കിൽ, അതായത് എല്ലാവരും ഡോക്ടർമാരൊക്കെ പറയാൻ നമുക്ക് വിശ്വസനീയമായ ഒരിടത്തുനിന്ന് മേടിക്കുന്ന മുട്ടയാണെങ്കിൽ 2-3 മുട്ടയൊക്കെ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് കിട്ടാവുന്നതിൽ എന്താ പറയുന്നത്, അവൈലബിൾ ആയിട്ടുള്ള സംഗതികൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് മുട്ടയ്ക്കകത്താണ്. അപ്പം അങ്ങനെ മുട്ട കഴിക്കാം. എന്താ പറയുന്നത്, മീനായിട്ട് കഴിക്കാം. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് നല്ലതാണ്, നല്ല പ്രോട്ടീൻ. എന്താ പറയുന്നത്, ഈ ജിമ്മിൽ പോകുന്നവരൊക്കെ സ്ഥിരമായി കഴിക്കുന്ന ഒരു കാര്യമാണ് ചിക്കൻ ബ്രസ്റ്റ്, അല്ലെങ്കിൽ ചിക്കനായിട്ടും ഒക്കെ കഴിക്കാം. അതൊക്കെയാണ് നല്ല ചിക്കൻ എഗ്ഗ് ഇതൊക്കെ നല്ല പ്രോട്ടീനുകളാണ്. പിന്നെ വെജിറ്റേറിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് വൈറ്റ് ചന, നമ്മുടെ വെള്ളക്കടല നല്ലൊരു പ്രോട്ടീനാണ്. ചെറുപയർ, വെള്ളക്കടല, കറുത്ത കടല, പനീർ, തോഫു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല പ്രോട്ടീനാണ്. എന്നാലും എല്ലാവരും പറയുന്നത് നമ്മുടെ മുട്ടയും ചിക്കനും കഴിക്കുന്ന പോലൊരു ഒന്നും അത്രയും ഒരു എഫക്റ്റീവ് ചിലപ്പം വെജിറ്റേറിയൻ എനിക്ക് തോന്നുന്നു അത്രയും ഒരു എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എനിക്ക് തോന്നുന്നു മുട്ട, ചിക്കൻ ഇതിനൊക്കെ ആയിരിക്കണം. പിന്നെ ഇതുപോലെ തൈര് കഴിക്കുക. തൈര് തന്നെ ഈ ഗ്രീക്ക് യോഗേർട്ട് എന്നുള്ള പറഞ്ഞ സംഗതിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ മസിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടും. അപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് ചെയ്യുന്നവർ പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പം ഈ മസിൽ ലോസ് വരുന്നത് വളരെ കുറയും. പിന്നെ നമ്മളെ ഒന്ന് ആക്റ്റീവായിട്ട് നിർത്തുക. ഇപ്പം ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാം. അവർക്ക് നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും വെയിറ്റ് കുറയ്ക്കുന്നത്. കാരണം അവരുടെ ആ ഒരു ടൈമിനനുസരിച്ച് ഈറ്റിംഗ് വിൻഡോ സെറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അവരെ സംബന്ധിച്ച് എക്സർസൈസോ ഡെയിലി ഇപ്പം അവർക്ക് എക്സർസൈസോ വർക്കൗട്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം അവർ പറ്റുന്ന ദിവസങ്ങളിൽ ചെയ്യുക, എന്ന് വെച്ചാൽ ശനി ഞായറും കിട്ടുമ്പം ചെയ്യുക. അല്ലെങ്കിൽ തന്നെ അവരുടെ ബോഡി ഓൾറെഡി ഇപ്പം അവർ ദൂര സ്ഥലത്തൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ബോഡി ഇപ്പം ബസ് കയറിയൊക്കെ പോകുന്നവരാണെങ്കിൽ ഓൾറെഡി അവരുടെ ബോഡി ഒരു ആക്റ്റീവ് മോഡിലായിരിക്കും ഇരിക്കുന്നത്. ബസ്സൊക്കെ കയറി പോകുന്നവരെ, കുറച്ച് ദൂരം ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകുന്നവരൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേനും അവരുടെ ബോഡി ഒരു ആക്റ്റീവായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നവർ ശനി ഞായറും മാത്രം ഒരു വർക്കൗട്ട് പോവുക, അല്ലെങ്കിൽ വീക്കെൻഡിൽ ജിമ്മിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതാണ് ആക്ച്വലി. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രം ചെയ്ത് വെയിറ്റ് കുറച്ചാലുള്ള ഡീമെറിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയാണ്.
നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രം എടുത്ത് വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്, വണ്ണം കുറയ്ക്കാൻ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അതിന് കുറച്ച് ഡീമെറിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പിന്നെ മസിൽ ലോസ് വരും. അതാണ് മെയിനായിട്ടും ഒരു വൃത്തികേടെന്ന് പറയാൻ അതായിരിക്കും. ഈ മസിൽ ലോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ചിലർ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നുന്നത് ആ ഒരു മസിൽ ലോസ് വരുന്നതുകൊണ്ടാണ്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നോക്കി എല്ലാവരും ചെയ്യാം. കഴിയുന്നത്ര ആക്റ്റീവായിട്ട് കഴിയുന്ന പോലെ ആക്റ്റീവായിട്ട് ഇരിക്കുക. വീട്ടിൽ തന്നെ ഇപ്പം ഞാനാണ് ഇതിനകത്ത് തന്നെ നടക്കാൻ പറ്റുമെങ്കിൽ വീട്ടിനകത്ത് തന്നെ വീട്ടിനകത്ത് തന്നെ നടക്കുക. അല്ലെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് തന്നെ ഇരുന്നുകൊണ്ടുള്ള വർക്കൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ചെയ്ത് നല്ല ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.